ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പുഷ്പ 2 കാണാൻ വന്നിരിക്കുകയാണ്. പുഷ്പിച്ചുണ്ടാവോ? എന്ത്? നീ പുഷ്പ 1 കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? നീ പുഷ്പ 1 കണ്ടില്ല? അങ്ങനെ പറ. യെസ്, അല്ലു അർജുൻ ഫാൻസ് എത്തിക്കഴിഞ്ഞു. വേഗമാടാ. എന്താ എൻ്റെ അഭിപ്രായം? കേറി നോക്കട്ടെ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. വിഷ്ണുനോ? പുഷ്പ 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 എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. എന്താ കണ്ടിരിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, പക്ഷെ എന്തൊക്കെ ഒരു പുഷ്പ 1 പ്രതീക്ഷിച്ചു പോയാൽ ഒരു നിരാശയാണ്. ഇപ്പം ഗൈസ് 3.5 മണിക്കൂർ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ തോന്നുന്നത് പറഞ്ഞാൽ പുഷ്പ 1 പ്രതീക്ഷിച്ച് പോയാൽ നമുക്ക് ഒരു നിരാശ വരും. കാരണം പുഷ്പ 1 പോലുള്ള മാസ് BGMസോ സോങ്സോ ഒന്നും അത് കിട്ടുന്നില്ല. കുറേ എന്തൊക്കെ കുത്തി കയറ്റിയ പോലൊരു ഫീൽ. അല്ലു അർജുനും ഫഹദും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫഹദിൻ്റെ ഒരു വില്ലൻ വേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് അത്ര എത്തിയില്ല. പോരാത്തതിന് വഴിയിൽ വെച്ച് കഥയുടെ ഗതി വേറെ രീതിയിലേക്ക് മാറുകയും ചെയ്തു. പിന്നെ ചില സീനൊക്കെ പക്ക ഒരു സീരിയൽ കാണുന്ന ഫീലായിരുന്നു. ഒരു അല്ലു അർജുൻ ഷോ എന്ന രീതിയിൽ പോയി കാണാമെന്നല്ലാതെ പുഷ്പ 1 ഒരു ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതർവൈസ് ഓക്കെയാണ്. പിന്നെ ഫൈറ്റ് സീക്വൻസും ആക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ക്ലൈമാക്സ് ഫൈറ്റൊക്കെ നല്ല ഒരു ത്രില്ലിങ് ഫൈറ്റാണ്. പിന്നെ ഇൻ്റർവെൽ സൈഡിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതും അടിപൊളിയാണ്. ഇൻട്രോ ഫൈറ്റും കൊള്ളാം. പക്ഷേ ഈ ഒരു ഫാമിലി സബ്ജക്റ്റ് വരുമ്പോൾ ഒരു സീരിയൽ ഷോ വല്ലാതെ വരുന്നു. അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഒരു ഡാൻസുകൾ 3 സോങ്ങിലുള്ള ഡാൻസും ഓക്കെയാണ്. ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ ഓക്കെയാണ്. അല്ലാതെ നമ്മൾ എന്താ പറയുക, കുറേ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഓരോരുത്തരുടെ പെർസെപ്ഷൻ ആയിരിക്കും. സോ കണ്ടു നോക്കിയാൽ തന്നെ പറയാൻ പറ്റും.